യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ തല്ലിയ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കും വരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സസ്പെൻഷൻ 2 വർഷം മുൻപ് സ്വീകരിക്കേണ്ടത്. ക്രിമിനലുകളെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതുവരെ സമരം തുടരും. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ നരാധമന്മാരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കം അംഗീകരിക്കില്ലെന്നും വി ഡി സതീശൻ. PR പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, ഇതൊരു ആദ്യഘട്ട നടപടി എന്നോണമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൽ ഒതുക്കാൻ നിൽക്കണ്ട എന്നത് സൂചിപ്പിക്കുന്ന അതിന് മുന്നറിയിപ്പ് നൽകുന്ന വാക്കുകളാണ് വി ഡി സതീശൻ പറഞ്ഞത്. അവർ സമരവുമായി മുന്നോട്ട് പോകും, ഈ പോലീസുകാരെ നീക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കൂടുതൽ വിശദാംശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? വിവരങ്ങൾ. സസ്പെൻഷൻ നടപടി പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ്. ഇത് 2 വർഷം മുൻപ് സ്വീകരിക്കേണ്ട നടപടിയായിരുന്നു. അതിപ്പോൾ സ്വീകരിക്കുന്നില്ല, പുറത്തുമെന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട 4 പേർ മാത്രമല്ല, മറ്റ് 5 പേർ കൂടി സർവീസിൽ തുടരുന്നുണ്ട്. അവർക്കെതിരെയും നടപടി വേണം. അപ്പോൾ ഈ നരാധമന്മാർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ നരാധമന്മാരായ അത്രയും പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കും വരെ സമരം തുടരും. അതായത് ഈ സസ്പെൻഷൻ നടപടി പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. സേനയിൽ നിന്ന് പിരിച്ചുവിട്ട് ക്രിമിനൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ സമരം തുടരും, അത് സഭയ്ക്കകത്തും പുറത്തും തുടരുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.